സഹായിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയുന്നത് കോർണിയയുടെ തൊട്ട് താഴെയായിട്ട് ഒരു പേര് എപ്പിഡെർമസ് സെൽസ് ഉണ്ട്, മോഡിഫൈ ചെയ്ത് ആ എപ്പിഡെർമസ് സെല്ലുകൾ മോഡിഫൈ ചെയ്ത് ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ലെൻറ്റിക്കുലാർ സെല്ലുകൾ, അല്ലെങ്കിൽ അതിനെ നമ്മൾ കോർണിജൻ സെല്ലുകൾ എന്നാണ് പറയുക. അപ്പൊ ഈ സെല്ലുകളാണ് ക്യൂട്ടിക്കുലാർ ആയിട്ടുള്ള കോർണിയ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർക്കുക. അടുത്തത് ലെൻറ്റിക്കുലാർ സെല്ലുകളാണ്. ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് കോർണിജൻ സെൽസ്. ഓക്കെ, അപ്പൊ ഇതിന് അഡ്വാൻറ്റേജ് എന്താന്ന് നമുക്ക് മനസ്സിലായോ? ഈ ലെൻറ്റിക്കുലാർ സെല്ലുകളാണ് നമ്മുടെ ഒമാറ്റിഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന കോർണിയെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളത് ഇനി പറയാനുള്ളത് കോൺ സെല്ലുകളെ കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റൂട്ട് സെല്ലുകളും കോൺ സെല്ലുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ ക്യൂട്ടിക്കുലാർ ആയിട്ടുള്ള കോർണിയ ഈ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ലെൻറ്റിക്കുലാർ സെല്ലുകളുടെ ഇന്നർ റീജിയനില് ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകളുണ്ട്. അപ്പൊ ഈ സെല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് ടേപ്പറിങ് സെല്ലുകളാണ്, ഇൻവേർഡ്ലി ടേപ്പറിങ് സെല്ലുകളാണ്. ടേപ്പറിങ് മീൻസ് അറ്റം ഇങ്ങനെ കൂർത്തിരിക്കുന്ന നീണ്ടിരിക്കുന്ന സെല്ലുകളാണ്. അവരെ നമ്മൾ ക്രിസ്റ്റലൈൻ സെല്ലുകൾ എന്നാണ് പറയുക. അപ്പൊ ഈ ക്രിസ്റ്റലൈൻ സെല്ലുകൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് നമ്മുടെ കോൺ സെല്ലുകള്. അതിനെ നമ്മൾ വിട്രില്ലേ എന്നും പറയാറുണ്ട്, വിട്രില്ലേ. അപ്പോ കോൺ സെല്ലുകൾ എവിടെയാ കാണുന്നത്? ക്യൂട്ടിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന കോർണിയ സെക്രീറ്റ് ചെയ്യുന്ന ക്യൂട്ടിക്കുലാർ സെല്ലുകളുടെ ഉള്ളില് ആണ് ഈ സ്ട്രക്ചേഴ്സ് ഉള്ളത്. നമ്മൾ പറഞ്ഞു, ഇത് ഈ കോൺ സെല്ലുകൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലെൻറ്റിക്കുലാർ സെല്ലുകളുടെ ഇന്നർ റീജിയനിലായിട്ടാണ്. ഇത് ഇൻവേർഡ്ലി ടേപ്പറിങ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സെല്ലുകളാണ്. ഗ്രൂപ്പ് ആയിട്ടാണ് കാണുന്നത്. 4 ഇലോങ്ങേറ്റഡ് കോൺ സെല്ലുകളാണ് നമുക്ക് പ്രോണിന്റെ കേസിൽ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഇന്നർ ബോർഡേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ട്രാൻസ്പെറന്റും റിഫ്രാക്റ്റീവും ആണ്. അപ്പൊ ലൈറ്റ് പാസ് ചെയ്ത് പോകാനും ഒക്കെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കഴിവുള്ളതാണ്. അതുപോലെ തന്നെ ഈ സെല്ലുകള് എവിടെയെന്നാ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ക്യൂട്ടിക്കുലാർ സെല്ലുകള് സെക്രീറ്റ് ചെയ്യുന്നത് പോലെ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള കോണാണ് ഇവരെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോ ഇതിനൊരു വളരെ സെൻട്രൽ പോർഷനിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ആയിട്ടുള്ള ബോഡി ഉണ്ട്. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ കോൺ സെല്ലുകള് നിങ്ങൾക്ക് അറിയാം, അതിന്റെ തന്നെ പേര് തന്നെയാണ്, മറ്റൊരു പേരാണ് വിട്രില്ലേ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. അതില് ക്രിസ്റ്റലൈൻ കോൺ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഐറിസ് ഷീത്ത് ആണ്. ഐറിസ് ഷീത്ത് എന്ന് പറയുന്നത് ഈ കോൺ സെല്ലുകളെ സറൗണ്ട് ചെയ്ത് കാണുന്ന ഒരു പിഗ്മെന്റഡ് ഷീത്ത് ആണ്. പിഗ്മെന്റഡ് മീൻസ് കളറുള്ള ഒരു ഷീറ്റ് പോലെയുള്ള സ്ട്രക്ചർ ആണ് ഐറിസ് ഷീത്ത്. അത് കോൺ സെല്ലുകളെ കവർ ചെയ്ത് കാണും. അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിനകത്ത് ന്യൂമറസ് പിഗ്മെന്റ് സെല്ലുകളാണുള്ളത്. പിഗ്മെന്റ് സെല്ലുകൾ എന്ന് നിങ്ങൾക്ക് അറിയാം, കളർ പ്രൊഡ്യൂസിങ് സെല്ലുകളാണ്. അതിനെ നമ്മൾ ക്രൊമാറ്റോഫോഴ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഈ ന്യൂമറസ് ക്രൊമാറ്റോഫോഴ്സ് ഒരുമിച്ച് ചേർന്നാണ് ഐറിസ് ഷീത്ത് ഫോം ചെയ്തിരിക്കുന്നത്. അത് പിഗ്മെന്റഡ് ഷീത്താണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തുക. ഐറിസ് ഷീത്ത് is otherwise known as distal pigment sheath. ഓക്കെ, അപ്പൊ അത് കമ്പോസ് ചെയ്തിരിക്കുന്ന പിഗ്മെന്റ് സെല്ലുകളെ പറയുന്ന പേര് ക്രൊമാറ്റോഫോഴ്സ്. ക്രൊമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അഡ്ജസന്റ് ആയിട്ടുള്ള ഒമാറ്റിഡിയെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, തൊട്ടടുത്തടുത്തടുത്ത് ചേർന്നിരിക്കുന്നതാണ് ഒമാറ്റിഡിയ. ഒമാറ്റിഡിയെ അടുത്തടുത്തുള്ള ഒമാറ്റിഡിയെ സെപ്പറേറ്റ് ചെയ്യാൻ ഈ ക്രൊമാറ്റോഫോറുകൾ സഹായിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഒരു ഫോക്കസിങ് അപ്പാരറ്റസിനെ കുറിച്ചാണ്. ഫോക്കസിങ് അപ്പാരറ്റസ് ആയിട്ട് നമ്മുടെ കണ്ണിലും അങ്ങനെയല്ലേ, വിഷനെ സഹായിക്കാൻ കണ്ണ് ഫോക്കസ് ചെയ്യണം. അപ്പൊ ആ ഫോക്കസിങ്ങിനെ സഹായിക്കുന്നത് ഒമാറ്റിഡിയയുടെ ഒരു പോർഷനും, അതായത് ഒമാറ്റിഡിയയുടെ ക്യൂട്ടിക്കുലാർ ലെൻസ് ഇരിക്കുന്ന പോർഷനും ലെൻറ്റിക്കുലാർ ലെയറും കോൺ സെല്ലുകളും
അപ്പൊ ഇവര് മൂന്നും കൂടെയാണ് ഐയുടെ ഫോക്കസിങ്ങിന് സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് സ്ട്രക്ചേഴ്സിനെയും കൂടെ ഒരുമിച്ച് ചേർത്താണ് നമ്മൾ ഫോക്കസിങ് അപ്പാരറ്റസ് അല്ലെങ്കിൽ ഡയോപ്ട്രിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഫോക്കസിങ് അപ്പാരറ്റസ് ഓർ ഡയോപ്ട്രിക് അപ്പാരറ്റസ്. ഓക്കെ, ബാക്കിയുള്ള പോർഷനെ നമ്മൾ ഈ ഫോക്കസിങ്ങിന് സഹായിക്കാത്ത മറ്റുള്ള പോർഷനെ നമ്മൾ റിസപ്റ്റർ അപ്പാരറ്റസ് എന്ന് പറയും. ഓക്കെ, അപ്പോ പ്രോണിന്റെ കോമ്പൗണ്ടായി നോക്കിയാല് അതിനകത്ത് ഒമാറ്റിഡിയയുടെ ഒരു പോർഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒമാറ്റിഡ പോർഷൻ പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? ക്യൂട്ടിക്കുലാർ ലെൻസ്, ലെന്റിക്കുലാർ ലെയർ, കോൺ സെല്ലുകൾ, ഇവര് എല്ലാവരും കൂടെയാണ് ഐയുടെ ഫോക്കസിങ്ങിന് സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർത്ത് ഫോക്കസിങ് അപ്പാരറ്റസ് അല്ലെങ്കിൽ ഡയോപ്ട്രിക് അപ്പാരറ്റസ് എന്ന് പറയും. ഈ ഫോക്കസ് ചെയ്യാൻ സഹായിക്കാത്ത മറ്റു പോർഷനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് റിസപ്റ്റർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഓർത്തിരിക്കുക പേര് ഫോക്കസിങ് അപ്പാരറ്റസ് ഓർ ഡയോപ്ട്രിക് അപ്പാരറ്റസ്. അപ്പോ ഇനി അടുത്തത് നമുക്കൊരു ഈ ഒരു റീജിയനെ നമ്മൾ റിസപ്റ്റർ റീജിയൻ എന്നാണ് പറയുക. ഓക്കെ, അടുത്ത നമ്മുടെ റെറ്റിനുലാർ സെല്ലുകളാണ്. റെറ്റിനുലാർ സെല്ലുകൾ കോൺ സെല്ലുകളുടെ തൊട്ട് താഴെയായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഒരു 7 to 8 ഇലോങ്ങേറ്റഡ് സെല്ലുകളുടെ ഒരു കൂട്ടാണ്. ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷ്വൽ പിഗ്മെന്റ് ആയ റോഡോപ്സിൻ ഇവിടെയാണുള്ളത്. കേട്ടുണ്ടാവും, കണ്ണില് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന റോഡോപ്സിൻ, അത് വിഷ്വൽ പിഗ്മെന്റ് ആണ്. ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷ്വൽ പിഗ്മെന്റ് ആണ്. അപ്പൊ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ അത് പ്രസന്റ് ആയിരിക്കുന്നത് ഈ റെറ്റിനുലാർ സെല്ലുകളിലാണ്. അപ്പോൾ അത് റെറ്റിനുലാർ സെല്ലുകളുടെ ലൊക്കേഷൻ എവിടെയാണ്? കോൺ സെല്ലുകളുടെ തൊട്ട് താഴെയായിട്ട്. അപ്പൊ അതൊരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകളാണ്. ഒരു 7 അല്ലെങ്കിൽ 8 ഇലോങ്ങേറ്റഡ് സെല്ലുകൾ ഒരുമിച്ച് ചേർന്നാണ് റെറ്റിനുലാർ സെല്ലുകൾ ഫോം ചെയ്തു വരുന്നത്. അപ്പൊ ഓർത്തുക, റെറ്റിനുലാർ സെൽസ്, അതിനെ നമ്മൾ റെറ്റിനുലേ എന്നും പറയാറുണ്ട്. ഓക്കെ, പിന്നെ അതിനകത്തുള്ള വിഷ്വൽ പിഗ്മെന്റിന്റെ പേര് റോഡോപ്സിൻ. റോഡോപ്സിൻ എന്ന് പറയുന്നത് സാധാരണ ലൈറ്റ് തട്ടുമ്പോൾ റോഡോപ്സിന് കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പൊ അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സെൽ മെംബ്രെയിനിലെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിനെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഒക്കെ +2-ന്. അപ്പൊ അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. അപ്പൊ ആക്ഷൻ പൊട്ടൻഷ്യൽ ബ്രെയിനില് നെർവ് ഇമ്പൾസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു പോകും. അപ്പൊ ഇതാണ് കാഴ്ചക്ക് സഹായകരമായിട്ടുള്ള ആ മെക്കാനിസം റോഡോപ്സിന്റെ സഹായത്തോടു കൂടി നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെയൊക്കെ പറയാം, ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. റോഡോപ്സിൻ ലൈറ്റ് സെൻസിറ്റീവ് ആണ്. റോഡോപ്സിന് കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും സാധാരണ ലൈറ്റ് തട്ടി കഴിയുമ്പോൾ. അപ്പോ സാധാരണ ഈ ഒരു സമയത്ത് സെൽ മെംബ്രെയിനിലെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിനെ അഫക്റ്റ് ചെയ്യും. റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രാൻസ്മിറ്റ് ചെയ്ത് ബ്രെയിനിലേക്ക് പോവും. അത് നെർവ് ഇമ്പൾസിന്റെ രൂപത്തിലാണ് ബ്രെയിനിലേക്ക് പോകുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ ഞാൻ നേരത്തെയും പറഞ്ഞു, ആ സ്ട്രക്ചർ ഒക്കെ കാണിച്ചപ്പോ റാബ്ഡോം എന്ന് പറഞ്ഞിട്ടൊരു പേര് പറഞ്ഞു. റാബ്ഡോം എന്ന് പറയുന്നത് ഇന്നർ ബോർഡേഴ്സ് ഓഫ് ദ റെറ്റിനുലാർ സെൽസ് ആർ ലൈറ്റ് സെൻസിറ്റീവ് ആൻഡ് റിഫ്രാക്റ്റീവ്. ഓക്കെ, റെറ്റിനുലാർ സെല്ലുകളുടെ ഇന്നർ ബോർഡേഴ്സ്, ഉള്ളിലുള്ള അരികു വശങ്ങള് ലൈറ്റ് സെൻസിറ്റീവ് ആണ്, റിഫ്രാക്റ്റീവ് ആണ്. അപ്പൊ ഈ പോർഷനെ കവർ ചെയ്ത് കാണുന്ന ഈ സെല്ലുകള് സറൗണ്ട് ചെയ്ത് കാണുന്നത് ഒരു റോഡ് പോലെയുള്ള ഒരു പോർഷന് ചുറ്റുമാണ്. അപ്പം ആ സെൻട്രൽ റിഫ്രാക്റ്റൈൽ റോഡിനെ പറയുന്ന പേരാണ് റാബ്ഡോം. ഒന്നും കൂടെ പറയാം, റാബ്ഡോം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ റിഫ്രാക്റ്റൈൽ റോഡാണ്. ആ റോഡിന് ചുറ്റും കുറെ സെല്ലുകളുണ്ട്. അപ്പോ ഇവരുടെ ജോലി എന്ന് പറയുന്നത് ലൈറ്റ് സെൻസിറ്റിവിറ്റിയും റിഫ്രാക്റ്റിവിറ്റിയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ റാബ്ഡോം ഫോം ചെയ്തിരിക്കുന്നത് റെറ്റിനുലാർ സെല്ലുകളില് മൈക്രോവില്ലൈ യൂസ് ചെയ്തിട്ടാണ്. മൈക്രോവില്ലൈ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻഡസ്ട്രീന്റെ ഉള്ളിലൊക്കെ ഫിംഗർ ഷേപ്പ് ഉള്ള മൈക്രോവില്ലയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി വിരല് പോലെ നീണ്ട് പ്രൊജക്ഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മൈക്രോവില്ലൈ ചേർന്നിട്ടാണ്
റാബ്ഡോം ഫോം ചെയ്ത് വരുന്നത്. അപ്പൊ റെറ്റിനുലാർ സെല്ലുകളില് എന്താണ് ഒരു മോഡിഫിക്കേഷൻ ആണ് നമ്മുടെ റാബ്ഡോം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ റാബ്ഡോം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അത് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റെറ്റിനുലാർ ഷീത്ത് ആണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. റെറ്റിനുലാർ ഷീത്ത് എന്ന് പറയുന്നത് പ്രോക്സിമൽ റെറ്റിനുലാർ ഷീത്ത് എന്ന് പറയും. അത് പിഗ്മെന്റഡ് ഷീത്ത് ആണ്. റെറ്റിനുലാർ സെല്ലിനെ കവർ ചെയ്ത് കാണുന്ന ഷീത്ത് ആണ് റെറ്റിനുലാർ ഷീത്ത്. അപ്പൊ അത് ഓർത്തു വെക്കുക. റെറ്റിനുലാർ ഷീത്ത് അല്ലെങ്കിൽ പ്രോക്സിമൽ പിഗ്മെന്റഡ് ഷീത്ത് എന്ന് പറയും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ നെർവ് ഇന്നർവേറ്റ് ചെയ്യുന്നു എന്ന് ആ ചിത്രത്തിൽ കാണിച്ചു. അപ്പൊ അത് കണ്ണിലേക്ക് വരുന്ന നെർവ് ഓപ്റ്റിക് ഗാംഗ്ലിയോൺ ആണ്. അപ്പൊ ഓപ്റ്റിക് ഗാംഗ്ലിയോൺ ഒരു നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓരോ റെറ്റിനുലാർ സെല്ലും ടെർമിനേറ്റ് ചെയ്യുന്നത് ഒരു ആക്സോണിലേക്കാണ്. അങ്ങനെ ഒരു 7-8 ആക്സോണുകൾ ഓരോ ഒമാറ്റിഡിയെന്ന് എമർജ് ചെയ്യും. അപ്പൊ അങ്ങനെ ഓരോ ഒമാറ്റിഡിയെന്ന് എമർജ് ചെയ്യുന്ന 7-8 ആക്സോണുകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഓപ്റ്റിക് ഗാംഗ്ലിയോൺ ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഓപ്റ്റിക് ഗാംഗ്ലിയോൺ ആണ് പ്രധാനമായിട്ട് ഇവിടെ നെർവ് സപ്ലൈക്ക് പ്രധാനമായിട്ട് നെർവ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്തോ പറഞ്ഞു? ഓപ്റ്റിക് ഗാംഗ്ലിയോൺ ആണ്. ഓപ്റ്റിക് ഗാംഗ്ലിയോൺ എങ്ങനെയാ ഉണ്ടായി വന്നിരിക്കുന്നത്? ഓരോ റെറ്റിനുലാർ സെല്ലുകളും ടെർമിനേറ്റ് ചെയ്യുന്നത് ഒരു ആക്സോണിലാണെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള 7 മുതൽ 8 വരെ ആക്സോണുകൾ ഒരുമിച്ച് ചേർന്ന് ആണ് ഈ പറഞ്ഞ ഓപ്റ്റിക് ഗാംഗ്ലിയോൺ ഉണ്ടായി വന്നിരിക്കുന്നത്. ഈ 7-8 ആക്സോണുകൾ ഓരോ ഒമാറ്റിഡിയെന്നും എമർജ് ചെയ്താണ് വരുന്നത്. അപ്പൊ അങ്ങനെ എമർജ് ചെയ്ത് വരുന്ന ആക്സോണുകൾ ഒരുമിച്ച് ചേർന്ന് ഒന്ന് സ്വല്ലനായിരിക്കുന്ന ഓപ്റ്റിക് ഗാംഗ്ലിയോൺ ആയിട്ട് മാറും. ഓക്കെ. അപ്പോ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു ആക്സോണുകള് ഒമാറ്റിഡിയെന്ന് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ആക്സോണുകളെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ പറയുന്ന പേര് ഓപ്റ്റിക് നെർവ് എന്നാണ്. ഓപ്റ്റിക് നെർവാണ് ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. നെർവ് ഇമ്പൾസിന്റെ രൂപത്തിൽ മെസ്സേജസ് അവർ സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ ഓപ്റ്റിക് നെർവും ഓർത്തു വെക്കുക. അപ്പോ അടുത്തത് റിസപ്റ്റർ അപ്പാരറ്റസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു റാബ്ഡോമും റെറ്റിനുലാർ സെല്ലുകളും റെറ്റിനുലാർ ഷീത്തും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നാണ് നമ്മൾ റിസപ്റ്റർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള പോർഷൻ റിസീവിങ് മറ്റേ ഫോക്കസിങ് അപ്പാരറ്റസ് നമ്മൾ പറഞ്ഞു. അത് ഒഴിച്ചുള്ള പോർഷനെയാണ് റിസപ്റ്റർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അത് ഈ റാബ്ഡോമും റെറ്റിനുലാർ സെല്ലുകളും റെറ്റിനുലാർ ഷീത്തും എല്ലാം കൂടെ ചേർന്നിട്ടാണ് റിസപ്റ്റർ അപ്പാരറ്റസ് ഫോം ചെയ്ത് വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത അതിനകത്തുള്ള സ്ട്രക്ചർ ഒരു ബേസൽ മെംബ്രെയിൻ ആണ്. അതൊരു പോറസ് ആണ്, നെറ്റ് പോലെ ഇരിക്കും. അപ്പൊ ഓരോ ഒമാറ്റിഡിയെയും ഈ പോറസ് ആയിട്ടുള്ള നെറ്റ് പോലെയുള്ള പോറസ് മെംബ്രെയിൻ ബേസൽ മെംബ്രെയിനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോ അതിനകത്തുനിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു റെറ്റിനുലാർ ഓരോ ഒമാറ്റിഡിയെന്നും ഒരു 7-8 ആക്സോണുകൾ അവിടെ നിന്ന് അറേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സെല്ലുകളിൽ നിന്ന് വരുന്ന ആക്സോണുകൾ പാസ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പണിങ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോ ഈ ബേസൽ മെംബ്രെയിനിൽ കുറെ ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ബേസൽ ലാമിന് അല്ലെങ്കിൽ ഷീത്തില്. അപ്പൊ ഈ ആക്സോണുകൾ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള നെർവ് ഫൈബേഴ്സ് ഈ ഓപ്പണിംഗ് വഴി കടന്നു പോയിട്ടാണ് ഒരുമിച്ച് ചേർന്ന് ഓപ്റ്റിക് ഗാംഗ്ലിയ ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അത്രയും സ്പെഷ്യലൈസേഷൻ ഉള്ളതാണ് ബേസൽ മെംബ്രെയിൻ ബ്രോണിന്റെ കോമ്പൗണ്ട് ഐസിനകത്തുള്ളത്. പോറസ് ആയിട്ട് ഇരിക്കാനുള്ള റീസൺ ഇതാണ്. ഒമാറ്റിഡി അതിനകത്താണ് ഉള്ളത്. ഓരോ ഒമാറ്റിഡി എന്നും ആക്സോണുകൾ വരും. ഓക്കെ. ഈ ആക്സോണുകൾ ബേസൽ ലാമിനയിൽ അല്ലെങ്കിൽ ബേസൽ മെംബ്രെയിനകത്തുള്ള അതിനകത്തുള്ള ഹോൾസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് വഴിയാണ് പുറത്തോട്ട് പോയി ഒരുമിച്ച് ചേർന്ന് ഓപ്റ്റിക് ഗാംഗ്ലിയോൺ ആയിട്ട് മാറുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ബേസൽ മെംബ്രെയിൻ അല്ലെങ്കിൽ ബേസൽ ലാമിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയും പറഞ്ഞത് കോമ്പൗണ്ട് അതിന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇത് ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം. ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്. ജസ്റ്റ് ഒന്ന് ചിത്രമൊക്കെ വരച്ചൊന്ന് പഠിച്ചാൽ മതി. അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓടിച്ചൊന്ന് പറയാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വർക്കിങ്ങിലോട്ട് പോകാം.